രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല ബദർ. ഹക്കും ബാത്തിലും തമ്മിലുള്ള യുദ്ധമാണ്. തൗഹീദും ശിർക്കും തമ്മിലുള്ള യുദ്ധമാണ്. അല്ലെ? ശിർക്കിന്റെ പാർട്ടിക്കാരും പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോട്, തൗഹീദിന്റെ പാർട്ടിക്കാരും പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോട്, രണ്ടും പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോട്. പക്ഷേ മുസ്ലിം ഉമ്മത്തിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കാനുള്ള കാരണം എന്താ? മറ്റേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവര് ശിർക്ക് ചെയ്ത് അല്ലാഹുവിനെ ആരാധിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞല്ലോ, ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഇതുപോലെയുള്ള ഔലിയാക്കന്മാരെ അമ്പിയാക്കന്മാരെ തന്റെ ആവൽഘട്ടങ്ങളിൽ വിളിച്ചു തേടിയിരുന്ന ഒരു വിഭാഗമായിരുന്നു. ആ വിഭാഗവും അള്ളാഹിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞ വിഭാഗവും ഇരുകൂട്ടരും തമ്മിൽ പോരടിച്ച യുദ്ധമാണ് ബദർ യുദ്ധം. അല്ലെ? ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ രൂപത്തിൽ ബദർ മാല ചൊല്ലുന്ന സമയത്ത് പറയാണ് والناديا مستنجدا يا أهل بدر الشهداء കൊടിയ ശിർക്ക്, കൊടിയ കുഫർ, യമം ബിഹി അൽറദാ വമിൻ ബിഹിം നുക്ദാ والناديا مستنجدا يا أهل بدر الشهداء. ബദർ മൗലിദിൽ അവധിയാണ്. നാളെ നമ്മുടെ നാടുകളിൽ പള്ളികളിലൊക്കെ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ബാബിന്റെ കലാമ പഠിപ്പിച്ചത് വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളി അല്ലാഹുവിനെ ആരാധിക്കാനുള്ള കേന്ദ്രമാണ്. പള്ളിന്റെ ഉള്ളിൽ വെച്ച് അല്ലാഹുവിനെ അല്ലാതെ ഒരാളെയും നിങ്ങൾ വിളിച്ചു പോകരുത്, ഒരാളോട് നിങ്ങൾ ദുആ ചെയ്യരുത്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ. അങ്ങനെ തന്നെയാണ് അല്ലാഹു പറഞ്ഞത്, ഒരാളോട് നിങ്ങൾ ദുആ ചെയ്യരുത്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അല്ലാഹുവിനെ കൂടാതെ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ കൂടെ ഒരാളെയും നിങ്ങൾ ദുആ ചെയ്യരുത്. അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണമെന്ന് അല്ലാഹുവിന്റെ കലാമ പഠിപ്പിക്കുമ്പോ നാളെ റമദാൻ 17 ആകുമ്പോ ബദർ മൗലൂദ് ചൊല്ലുകയാണ്. ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളും എന്ത് വേദനകളും എന്ത് പരീക്ഷണങ്ങളും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ബദർ ശുഹദാക്കളെ എന്നൊരു വിളി വിളിച്ചാൽ മതി, ബദർ ശുഹദാക്കളെ എന്നൊരു വിളി വിളിച്ചാൽ മതി. നിങ്ങൾ ബാധിക്കുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിങ്ങൾക്ക് നീങ്ങിക്കിട്ടും. ബദർ മൗലിദിലെ വരിയാണ്. അല്ലെ? ഈ പാർട്ടി ഇത് ചൊല്ലുന്നത് വിശ്വസിക്കുന്ന പാർട്ടി ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത രണ്ട് പാർട്ടിയിൽ ഏത് പാർട്ടി നിങ്ങൾ പറയും? നിങ്ങൾ പറയും. നിങ്ങൾ ചിന്തിക്കുക, അല്ലാഹു തന്നൊരു ഹൃദയമുണ്ടല്ലോ, തലച്ചോറുണ്ടല്ലോ, ചിന്തിക്കുന്നതൊക്കെ വെറുതെ തന്നെ. ജീവിതത്തിലെ പ്രയാസങ്ങളിൽ ബദരീങ്ങളെ കാക്കണേ യാ അഹ്ല ബദർ ശുഹദാ എന്ന് വിളിക്കുന്നവൻ ഏത് പാർട്ടിയില? അബൂജഹലിന്റെ പാർട്ടിയിലോ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാർട്ടിയിലോ? മുഹമ്മദ് റസൂലുള്ളാഹി മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞല്ലോ, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദഫീൻ. നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച സഹായം ചോദിച്ച സന്ദർഭം അല്ലാഹു നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സഹായത്തേട്ടം സ്വീകരിക്കുകയും നിങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്തു. ശത്രുക്കളുടെ എണ്ണത്തോളം അതിലധികം അല്ലാഹുവിന്റെ പട്ടാളത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ട് മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചു.